ഈഗോ തരത്തിലുള്ള കുറേ വർത്തമാനങ്ങളാണ് സംസാരിച്ചത്. എങ്ങനെയാണ് ആയിട്ടാണെങ്കിൽ നിങ്ങളെല്ലാം ജയിലിൽ കയറ്റുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഡി ജി പിക്ക് ഞാനൊരു ഇതയച്ചു. എന്താ ഈ പറഞ്ഞ എൻ്റെ വീഡിയോ ഇത് ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലെ നിയമവും നിയമ നടപടികളും എത്രത്തോളം സ്ട്രോങ് ആണെന്ന് തെളിയിക്കുന്നതായിരിക്കും ഈ തൊപ്പി ഷമീർ തമ്മിലുള്ള ഇഷ്യൂ. ഈ തൊപ്പിക്കും ഷമീറിനുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കേസെടുത്തത് നമ്മുടെ സാറ്റലൈറ്റ് മാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യവന്മാർ മാറിയിരുന്നിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇവന്മാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഇടുന്നുണ്ട്. ഇവന്മാർ തന്നെ മറ്റവനെതിരെ കേസും കൊടുക്കുന്നുണ്ട്. MRS തൊപ്പി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നല്ലോ, വളരെ പ്രശസ്തമായിട്ട് ഒരുപാട് ആൾക്കാർ കണ്ട് വഴിതെറ്റിക്കൊണ്ടിരുന്ന ഒരു ചാനൽ. ആ ചാനൽ ഇപ്പം ഇല്ല. ആ ചാനൽ അന്യം നിന്ന് പോയി. ഇപ്പം നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സാധനം കാണാനായിട്ടേ കഴിയത്തില്ല. നേരെ ഷമീറിൻ്റെ ചാനലും അടിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഷമീറിൻ്റെ ചാനൽ അടിച്ചു പോകാനിടയുണ്ടായ സാഹചര്യം എന്താണെന്നും അത് അടിച്ച് കളഞ്ഞതാരാണെന്നും വ്യക്തമായിട്ട് ഷമീറിൻ്റെ വീഡിയോയ്ക്കകത്ത് പറയുന്നുള്ളൂ. ഇവന്മാർക്കെതിരെ ഇത്രയും കേസ് എടുത്തിട്ടുണ്ട് അല്ലേ? ഇവന്മാരുടെ പേരിൽ പല ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവന്മാർക്ക് വീണ്ടും വീഡിയോ ഇടാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇവന്മാരെ തപ്പി പോലീസുകാരൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഒരു കേസ് മാത്രം എടുത്തു, ഒരു FIR ഇട്ടു, അതവിടെ ഇട്ടു. അങ്ങനത്തെ രീതിയിലായിരുന്നു നമുക്കിപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് കാണുമ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഈ ലൈവിനകത്ത് ഇവൻ വന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് തൊപ്പിയെ സംബന്ധിച്ചിടത്തോളം. തൊപ്പി ഇപ്പം എവിടെയാണോ എന്തോ, മുങ്ങിയത് കുളത്തിലാണോ കായലിലാണോ എന്ന് കൂടെ ഉള്ളവർക്ക് പോലും അറിയത്തില്ല. അത് എന്താ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ വൺ ഓഫ് ദ ബെസ്റ്റ് എൻട്രി എൻ്റെ ഒരു കോൺസെപ്റ്റിൽ KGF 2 ഹീറോയിന് കിട്ടിയ ഒരു എൻട്രിയാണ് ബെസ്റ്റ് എൻട്രി എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി അതിനേക്കാട്ടിൽ മാസ്സായിട്ടൊരു എൻട്രിയിലായിരിക്കും തൊപ്പി നമുക്ക് മുന്നിലേക്ക് ഇങ്ങനെ വരാനായിട്ട് പോകുന്നത്. ഉറപ്പാ ഒരുപാട് കാര്യങ്ങൾ കഥകൾ ഉണ്ടാക്കി മേ ബി നമ്മൾ റിയാക്ട് ചെയ്ത ആൾക്കാരെയും അതിനകത്ത് തൂക്കിയെടുത്തുകൊണ്ട് വന്ന് പറയുമ്പോഴും കൈയടിക്കുമ്പോഴും ഒരുപാട് പിഞ്ച് ബലം ഇപ്പോഴും സ്നാക്കി വെച്ചിട്ടിരിപ്പുണ്ടായിരിക്കും അതിനുവേണ്ടി കൈയടിക്കാനായിട്ട്. അത്രയല്ലേ ഉള്ളൂ. അത് തന്നെയാണ് നിങ്ങളുടെ പല കമൻറ്റുകളും എനിക്ക് കാണുമ്പോൾ അത് തന്നെയാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം ഷമീറിൻ്റെ വീഡിയോയ്ക്കകത്ത് പറയുന്ന 2-3 കാര്യമുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത്യാവശ്യം കാര്യമുള്ള കാര്യം തന്നെ അതൊക്കെ കേട്ടോ. ഇത് ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം അങ്ങാണ്ട് നിന്ന് ഞാൻ അവനോട് കരണ്ട് കാല് പിടിച്ച് ഈ പറഞ്ഞ പോലെ എൻ്റെ പേരിൽ കേസ് കൊടുത്തോ, പക്ഷെ മമ്മൂനെയും മറ്റേ അസ്പാക്കിനെയും പിള്ളേരെല്ലാം ഒന്ന് ഒഴിവാക്കി തരുമെന്ന് വെച്ചിട്ട്. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങോട്ടേക്കൊരു കേസ് കൊടുത്തു DGPക്ക്. ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഡിഫേമേഷൻ. ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം മൂപ്പറിപ്പോൾ ഇതായിട്ടുണ്ടാവുക. അതും പിന്നെ എൻ്റെ വണ്ടീൻ്റെ പേരിലുള്ള ഒരു തെഫ്റ്റ് കേസും ഞാൻ കൊടുത്തിട്ടുണ്ട്. ചാനൽ ടെർമിനേറ്റ് ആക്കി കളഞ്ഞു. അതായത് പറഞ്ഞിട്ടാന്ന് എൻ്റെ മറ്റേ പാട്ടുണ്ടല്ലോ, ഏതാന്ന് മറ്റേ ഇതുണ്ടല്ലോ, ഏതാന്നാ പാട്ട് ഓൻ എന്നോട് താഴെന്ന് പറഞ്ഞു ഇത് റിയാക്ട് ചെയ്യണം, ഇതിന് ഹൈപ്പ് ഏറ്റണം എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 പാട്ട് ഞാൻ റിയാക്ട് ചെയ്തു. അത് ഗാലറി വിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഞാൻ പറയുന്നില്ല, എനിക്ക് തെറി വിളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തെറി വിളിക്കുകയും ചെയ്യും. കള്ള നായ്ക്കൾ, ഗാലറി വിഷൻ എന്ന് പറയുന്ന കള്ള നായ്ക്കൾ ഉണ്ടല്ലോ, ഈ നായ്ക്കൾ ആ പോക്സോ നാറീൻ്റെ കൂടെ കൂടിയിട്ട് എന്ത് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഇവന്മാര് എൻ്റെ ചാനൽ അടിച്ച് കളഞ്ഞു. ഫാസിലോ അങ്ങനെ ഏതോ പറഞ്ഞൊരു നാറിയാണ് ഇത് ചെയ്തത്. ഇവനെല്ലാം കൂടി വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. എന്നിട്ട് ഇതായാലും ഇവന്മാർ അത് വെച്ചിട്ട് തന്നെ എന്നെ പണിഞ്ഞു. മനസ്സിലാ? ഞാൻ പിന്നെ ഓനെ പോലെ അത്ര പെട്ടെന്ന് തന്നെ ലൈവ് ഇതൊന്നും ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല. നമുക്ക് അത്ര ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അപ്പോൾ ഓൻ പറഞ്ഞിട്ട് ഞാൻ റിയാക്ട് ആക്കിയ സാധനത്തിന് ഓൻ തന്നെ ഇതടിച്ചിട്ട് തന്നു. 2 കോപ്പിറൈറ്റ്, 2 3-4 എന്തോ അടിച്ച് ചാനൽ ഇതാക്കി തന്നു. അതായത് ഷമീറിന്റെ ചാനൽ പോകാനിടയുണ്ടായ സാഹചര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 6 മാസം മുമ്പാണെന്ന് തോന്നുന്നു ഗാലറി വിഷന്റെ ഒരു പാട്ട് കുമാര വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ പാട്ട് എടുത്ത് വെച്ച് ഇവർ റിയാക്ട് ചെയ്യാൻ പറഞ്ഞ് ഈ സാധനവുമാരെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അടിച്ചു കളയാനായിട്ട് പറ്റും. അങ്ങനെ ഇവൻ്റെ ചാനലങ്ങ് അടിച്ചു കളഞ്ഞ് ഗോവിന്ദയായി ഇവനും ഇരിക്കുന്നു. മറ്റവൻ്റെ ചാനൽ പോയിട്ടുമുണ്ട്. കാരണം ഇതുപോലുള്ള അശ്ലീല പ്രദർശനങ്ങളൊക്കെ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആരോപണത്തിനായിരിക്കും ഇപ്പം നിലവിൽ അവൻ്റെ ചാനൽ പോയിരിക്കുന്നത്. ചാനൽ പോകാനിടയുണ്ടായ സാഹചര്യം പിന്നെ തൊപ്പിക്കെതിരെ കേസ് കൊടുത്തത്. ഈ മമ്മൂനെയും മറ്റേതോ ഒരു ചെറുക്കനെ ഇതിനകത്ത് വിടണം, ബാക്കിയുള്ളവരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അത് അതിൻ്റെ ആവശ്യം എന്തുവാ? 18 വയസ്സ് കഴിഞ്ഞ ചെറുക്കനല്ലേ, അവനതിനകത്ത് വിടുന്ന കാര്യം എന്തുവാ? നിങ്ങൾ കൂട്ടമായിട്ടല്ലേ ഈ പരിപാടി തുടങ്ങിയത്. കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മമ്മൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ് തൊപ്പിയുടെ കൂടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സന്തോഷ സഹചാരി. അതെ, അപ്പോൾ ആ ഒരു വ്യക്തിയെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവർ നിങ്ങൾ എടുത്തോ, ജാസി എന്നെ എടുത്തോ എന്ന് പറയുന്നതിനകത്ത് എത്രത്തോളം വ്യക്തതയുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായിരുന്നാണ്ട് ഇവൻ്റെ തന്നെ ഇതുപോലെ തന്നെ പറയുന്നൊരു അടുത്ത വീഡിയോ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം.
ഡ്രഗ് റിസൾട്ട് കിട്ടി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ കുറേ ആൾക്കാർ ഓപ്പൺ ചാലഞ്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പുറത്ത്. ആരാ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയണ്ടല്ലോ. ഓപ്പൺ ചാലഞ്ച് വെച്ചവരൊന്നും ഇപ്പോൾ എവിടെയാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല. അവരൊക്കെ ഏതോ കുന്നിൻ്റെയോ മലൻ്റെയോ മുകളിൽ പോയി ഒളിച്ച് നിൽക്കായിരിക്കും. അപ്പോൾ ഈ ചാലഞ്ച് ഞാൻ ഇതിൻ്റെ പേരിൽ കുറേ മാനസികമായി കുറേ രീതിയിൽ ബുദ്ധിമുട്ടിയതാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്, ഞാൻ ചെയ്ത കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്തതാണ്. എത്ര വർഷം മുമ്പാന്നുള്ള കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷവും പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ആരോപണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇത് കൊടുക്കാറുണ്ടെന്നും അത് അവിടെ ഞാൻ ഇതിൻ്റെ സപ്ലൈ ഉണ്ടെന്നൊക്കെ. അത് ചിന്തിച്ചാൽ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാവും. 3 വർഷമായിട്ട് അവിടെ നിൽക്കുന്ന ഇവനാണല്ലോ ടോപ്പിൽ നിൽക്കുന്ന ആൾ, അല്ലെങ്കിൽ ഇവനാണ് മൊത്തം കാര്യങ്ങൾ ഇവനും റാംബോ ആണെന്ന് തീരുമാനിക്കുന്ന ആൾ. അപ്പോൾ ഞാൻ 3 വർഷത്തോളം അല്ലെങ്കിൽ ഇത്രയും കാലത്തോളം 1 വർഷം 1.5 വർഷത്തോളം ഇവർക്കിത് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവരെന്താ അപ്പോൾ കണ്ണില്ലാത്ത ആൾക്കാരാണോ, അല്ലെങ്കിൽ ഇവർക്കിത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണോ? അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അത്തരം കാര്യങ്ങളെല്ലാം പൊളിഞ്ഞതാണ്. ഇതെല്ലാം ആരാ കൊടുക്കുന്നതെന്നും ആരാ ഇതാക്കുന്നതെന്നുള്ള കാര്യങ്ങളിൽ ഞാൻ തുറന്നു പറഞ്ഞതാണ്. അതെല്ലാം എല്ലാവർക്കും മനസ്സിലായ കാര്യങ്ങളുമാണ്. അതായത് ഈ ഒളിവിലിരിക്കുന്ന ഷമീർ നമുക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഡ്രഗ് ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്, അങ്ങനെ ഡ്രഗ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ലാബിലേക്ക് പോകുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഇവന്മാർ നല്ല നൈസായിട്ട് ആ മമ്മൂനെയും ഒഴിവാക്കുന്നു ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. പിന്നെ ഈ ജാസ് ഇവനും കൂടെ പോയി ഡ്രഗ് ടെസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ദിവസമായി ഡ്രഗ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇല്ല. ഡ്രഗ് ടെസ്റ്റ് എടുത്തിട്ട് വാന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച ആൾ നമ്മൾ തൊപ്പിയപ്പം കാണുന്നില്ല, മഷി കുക്കിയിട്ട് പോലും കാണുന്നില്ലെന്നൊക്കെയാണ് ഇവന്മാർ പറയുന്നത്. നമുക്കും അറിയുന്നില്ല, കാരണം അവനെക്കുറിച്ചൊരു വീഡിയോ, അവൻ്റെ സ്റ്റോറിയോ തുടങ്ങി ഒരു കാര്യം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഈ പറയുന്ന അവൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് വരെ അടിച്ചു പോയിട്ടുണ്ടെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യം. അങ്ങനെ ഒരു തരത്തിൽ ഡീറ്റെയിൽസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് അളിയും പോയി ഡ്രഗ് ടെസ്റ്റ് എടുത്ത്. അപ്പോൾ ഡ്രഗ് ടെസ്റ്റ് എടുത്തതിന് ശേഷം ഉള്ളവൻ്റെ കഥകളൊന്ന് കാണാം. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഡ്രഗ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഡ്രഗ് റിസൾട്ട് കിട്ടി. ഇത് ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇതാണ്, അല്ലാണ്ട് ഞാൻ ഇതൊന്നും കാണിക്കില്ല. ലൊക്കേഷൻ ലീക്ക് ആകുന്നതുകൊണ്ട് ഞാൻ ഒന്ന് മറച്ചു പിടിക്കുന്നത്. അപ്പോൾ ഇത് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനമാണ്. ഓക്കെ, ലൊക്കേഷൻ റിവീൽ ചെയ്യാത്ത കാരണം എന്ന് പറയും ഇവന്മാർ ഒളിവിലിരിക്കുക, അതുകൊണ്ട് ലൊക്കേഷൻ എവിടെയാണെന്നൊന്നും അറിയണ്ട. പക്ഷെ നമുക്ക് വീഡിയോ ഒക്കെ ഇടാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒളിവിലിരുന്നൊരു വ്യക്തിയായിരുന്നു മറ്റേ മണവാളൻ. പക്ഷെ അവൻ മണവാളൻ ഒളിവിലിരുന്നപ്പോഴും വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു, പഴയ വീഡിയോ കുത്തിപ്പൊക്കി ഇട്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അതുപോലെ ഒളിവിലിരിക്കുമ്പോഴത്തേന് വീണ്ടും ഇടാനായിട്ട് നമുക്ക് ആർക്ക് പറ്റുന്നുണ്ട്? ഷമീറിന് പറ്റുന്നുണ്ട്. അതൊക്കെയാണില്ലേ നമ്മുടെ ഒരു നിയമത്തിൻ്റെ അത്രയും നല്ലൊരു ബലം അല്ലെങ്കിൽ ബലഹീനത ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ മുന്നിൽ തന്നെ സുലഭമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലേ? വളരെ ലീക്ക് ആകുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് മറച്ചു പിടിക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ പറഞ്ഞാൽ ഞാൻ യൂറിൻ ടെസ്റ്റാണ് നടത്തിയിട്ടുള്ളത്. യൂറിൻ ടെസ്റ്റിൽ 2 ആഴ്ച 3 ആഴ്ച വരെയുള്ളത് എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്. ബ്ലഡ് ടെസ്റ്റ് ഞാൻ ചോദിച്ചപ്പോൾ അതിന് സമയം എടുക്കും, ഇനിയും സമയം എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ലാഗാവും. അപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് പെട്ടെന്ന് തെളിയിക്കേണ്ടതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ യൂറിൻ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾ പറയുന്ന സ്ഥലത്ത്, നിങ്ങൾ പറയുന്ന ലൊക്കേഷനിൽ, നിങ്ങൾ പറയുന്ന രീതിക്ക് ഏതൊക്കെ ടെസ്റ്റ് വേണമെന്നുള്ളത് ഞാൻ ഈ പറയുന്ന പോലെ പോയിട്ട് എടുക്കാം. ഓക്കെ, അത് മാസം അങ്ങനെ ഒരു മാസം ഈ കേരളത്തിൽ ഇതുപോലൊരു ആരോപണം വന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇതുകൊണ്ട് ബന്ധപ്പെട്ട് കുറേ ആരോപണം കുറേ ആൾക്കാർക്ക് ഇതിൽ വരുന്നുണ്ടല്ലോ. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്ത ആൾക്കാർക്കെതിരെ ഈ സാധനം വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പം പറഞ്ഞിട്ടുള്ളത് മാസം കേട്ടോ. നിങ്ങൾ പറയുന്നിടത്ത്, നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന ടെസ്റ്റ് ഞാൻ മുന്നെടുത്ത് കാണിക്കുന്നു. മാസ് പറച്ചിൽ മാത്രം ഒതുക്കാതെ പ്രാവർത്തികമാക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ പ്രാവർത്തികമാക്കിയാൽ നല്ലതായിരിക്കും. പക്ഷേ നീ പോയി എടുത്ത് വെച്ച് ടെസ്റ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. അത് നിന്റെ പാസ്റ്റിനകത്ത് നീ അടിച്ചിട്ടുള്ളത് നീ കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെതിരെ ഒരു സാധനം ഇനിയുള്ള നോക്കിയാൽ പോരെ. അറ്റ് ദ പ്രസന്റ് പാസ്റ്റ് വിട്ടേക്കുക, ഫ്യൂച്ചർ എടുക്കുക, അതുപോലെ അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ബ്ലഡ് ടെസ്റ്റ് വേണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ, അതിൻ്റെ മുകളിൽ ഏതെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കാം. സാധാരണ 2 ഇതാ വരുത്ത്, 2 എണ്ണമാണ് അവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ 2 ടെസ്റ്റുകളാണ് വരുത്ത്. 6 പാനലും പിന്നെ 12 പാനലും. 12 പാനലിലാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തെളിയുക. അല്ലെങ്കിൽ 6 പാനൽ എന്ന് പറഞ്ഞാൽ 6 കാര്യങ്ങൾ മാത്രമേ അതിലുണ്ടാവൂ. ഇപ്പോൾ നിക്കോട്ടിൻ, എന്താണ് മെത്താംഫെറ്റമിൻ, ഈ പറഞ്ഞ പോലെ കുറേ എന്തൊക്കെ വേറെ എന്തൊക്കെ പേരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 6 എണ്ണം മാത്രമേ ഇതിൽ കൊള്ളത്തുള്ളൂ. ഈ 6 പാനൽ എടുത്ത് കഴിഞ്ഞാൽ 12 പാനൽ എടുത്താൽ 12 എണ്ണത്തിൻ്റെ മനസ്സിലാവും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 12 എണ്ണത്തിൻ്റെയാണ്. അപ്പം അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. കാരണം ഞാൻ ഇതിൻ്റെ പേരിൽ കുറേ മാനസികമായിട്ട് കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ഓപ്പൺ ചാലഞ്ച് പറഞ്ഞവരെല്ലാം ഇപ്പം മുമ്പോട്ടേക്ക് വന്നത് ദയവായി ഇതൊന്ന് കാണിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇങ്ങനെ എലിഗേഷൻസ്, കുറേ ഫേക്ക് എലിഗേഷൻസും കുറേ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളും മസാല പുരട്ടിയ കുറേ ഒരു ഫസ്റ്റ് തന്നെ ഒരു മസാല പുരട്ടിയ ഒരു വീഡിയോയും ഞാൻ അതിനെക്കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്ത് അതിന് കുറേ മസാല കഥകളും മലയാളികൾക്ക് ഒക്കുന്ന രീതിക്കുള്ള മസാല കൺവിൻസിങ് രീതികളിൽ പറയുകയും ചെയ്ത് അവരെ ഒരു എന്താ പറയുക ഒരു മസാല സാധനം ഇട്ട് കൊടുത്തപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ അതിൽ വിശ്വസിക്കപ്പെട്ടു. അതങ്ങനെ വരും. അത് ഞാൻ അടക്കാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കും.
അത് ആരാ ഷെമീറ ഈ പറയുന്നത്? മലയാളികൾക്ക് കാണാൻ വേണ്ടിയിട്ട് മസാലകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എത്രത്തോളം ലൈവുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഭാഷഭേദമില്ലാതുള്ള പെൺകുട്ടികളെ എത്രത്തോളം നിങ്ങൾ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. സ്വന്തം റീച്ചിന് വേണ്ടിയിട്ട് മസാല പുരട്ടിയിട്ടുള്ള എത്രത്തോളം ആക്ഷൻസ് നിങ്ങൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതാ, നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുള്ള. അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ മസാല പുരട്ടിയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് റീച്ചിലേക്ക് എത്തുമെന്ന്. അതേ സാധനം, സെയിം സാധനം അവനും പ്രാവർത്തികമാക്കി. മസാല പുരട്ടുമ്പോഴത്തേക്കിനും നിങ്ങൾ മാത്രം പുരട്ടിയേ പോയല്ലോ, തിരിച്ചും കൂടെ പുരട്ടട്ടെ. അങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മസാല പുരട്ടി. ആ മസാല നമ്മൾ കണ്ടു. കൊന്നാ പാവം തിന്നാ തീരുമെന്നല്ലേ, അതേ പരിപാടി തന്നെയാണ് ഇവിടെ ഈ ഒരു കാര്യത്തിനകത്തും അരങ്ങേറിയിരിക്കുന്നത്. ഓക്കെ, പേരിൽ കുറേ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആകെ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ കൊടുത്തോ, ജാസിൻ്റെ പേരിലും കൊടുത്തോ, ആ മമ്മൂന്നും പിന്നെ ഈ പറഞ്ഞ അസ്പാക്ക് എന്നും പറയുന്ന അവരുടെ പേരിലുള്ള കേസുകളൊന്നും ഒഴിവാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കേട്ടിരുന്നില്ല മനസ്സിലാവും. അതൊന്നും പറ്റൂല, മറ്റേത് മറിച്ച് എന്ന് പറഞ്ഞിട്ട് കുറേ ഈഗോ തരത്തിലുള്ള കുറേ വർത്തമാനങ്ങളാണ് സംസാരിച്ചത്. ഇങ്ങനെ ആയിട്ടാണെങ്കിൽ നിങ്ങളെല്ലാം ജയിലിൽ കയറ്റുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ജാസിയോടുള്ള കേസ് ഒഴിവാക്കി തരാനായിട്ട് തൊപ്പിയോട് പറഞ്ഞോ. തൊപ്പി ജാസിയെ കിട്ടിക്കഴിഞ്ഞാൽ കടിച്ചു കീറുമെന്ന് എനിക്ക് തോന്നുന്നത്. ജാസി വന്നതിന് ശേഷമാണ് ആ ഗ്യാങ്ങിൽ ഇത്രയും വലിയ തകർച്ച ഉണ്ടായെന്നും ജാസിയാണ് ഇതുപോലുള്ള തെളിവുകൾ മാസങ്ങളായിട്ട് ശേഖരിച്ചു എന്നൊക്കെയാണ് ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ പിന്നെ ജാസി ഇതിനകത്തുനിന്ന് ഒഴിവാക്കി തരണം നടക്കുന്ന കാര്യമാണോ? കൂട്ടത്തിൽ ഇവന്റെ കൂടെ ഇവന്റെ പെറ്റായിട്ടിരുന്നൊരു വ്യക്തിയായിരുന്നു മമ്മു. എങ്ങനെ ഇവിടുന്ന് കറങ്ങി അപ്പുറം പോയിന്ന് ഒരു കത്തി പറഞ്ഞാൽ കിടന്നുറങ്ങുമ്പോൾ പോലും ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എന്തിനാ കിടന്നുറങ്ങുന്നു ഇതൊക്കെ ആലോചിക്കുന്നത്? ഇവന്മാരുടെ കൂത്തരം ഞാൻ എന്തിനാ ആലോചിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഡി ജി പിക്ക് ഞാനൊരു ഇത് അയച്ചു. എന്താ ഈ പറഞ്ഞ എൻ്റെ വീഡിയോ ലീക്കാക്കി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അയച്ചു. പിന്നെ ഈ പറഞ്ഞ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന എന്ന് പറഞ്ഞിട്ട് മൂപ്പരിക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിലായിരിക്കാം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അറസ്റ്റ് കാര്യങ്ങൾ പുറപ്പെടുവിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ന്യൂസിൽ വന്നത്. പിന്നെ ഞാൻ ഒരു തെഫ്റ്റിൻ്റെ കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെയും കുറേ അലിഗേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ പേരിലും ഞാനിപ്പോൾ കേസുമായിട്ട് മുമ്പോട്ടേക്ക് പോയിരുന്നു. കാരണം നമ്മൾ കുറച്ച് ഈ ഡൗൺ ആയ സമയം കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ വിട്ടുപോയി. എനിക്ക് കുറേ കോപ്പിറൈറ്റ് അടിച്ചു തന്നു. പിന്നെ അതായത് അവൻ തന്നെ പറഞ്ഞ പാട്ടുകൾ ഞാൻ റിയാക്ട് ചെയ്തതിന് പിന്നീട് അവൻ തന്നെ അത് കരുവാക്കി എടുത്തു. കുറേ കോപ്പിറൈറ്റ് അടിച്ചു തന്ന് ചാനൽ പൂട്ടിച്ചു. അതിൻ്റെ ഇപ്പോൾ പിന്നെ ഞാൻ അവൻ്റെ ചാനൽ പൂട്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരു വിഷയം, എൻ്റെ ഉമ്മ സത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം എനിക്ക് ഈ പറഞ്ഞ എനിക്ക് സ്ട്രീം ചെയ്യാൻ പോലും എനിക്ക് മര്യാദയ്ക്ക് അറിയില്ല. എനിക്ക് ഈ സ്റ്റാർട്ട് സ്ട്രീമിങ്ങും ബാക്കി അതിൻ്റെ പരിപാടികൾ അറിയാമെന്നാണ് ഞാൻ ഇതിന് ഹെൽപ്പിന് ഞാൻ ആൾക്കാരെ വിളിക്കുന്നത്. ഇത് അറിയുന്ന സ്ട്രീം ചെയ്യുന്ന ചെറിയ സ്ട്രീമേഴ്സ് ഉണ്ടോ, ഇവരാണ് എന്നെ ഹെൽപ്പ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരുന്നത് ഇവരാണ്. അല്ലാതെ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല. അതെൻ്റെ ഇത്രയും കാലത്തെ ലൈവ് കണ്ടവർക്കും ഇത് കണ്ടവർക്കും ഏകദേശം അറിയുണ്ടാവും. എനിക്ക് ഈ ക്യാമറ ഓണാക്കി മൈക്ക് വെച്ച് വീഡിയോ എടുക്കാൻ അറിയാം, ലൈവ് ചെയ്യാൻ അറിയാം. അതിൻ്റെ ബാക്കിയുള്ള അതിൻ്റെ അങ്ങോട്ടേക്കുള്ള ടെക്നിക്കലായിട്ടുള്ള വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് വലിയ അറിയില്ല. അപ്പോൾ ഞാനാണ് ഈ പറഞ്ഞ ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം പൂട്ടിച്ചെന്ന് പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാം ഒന്നിക്കൽ അവൻ തന്നെ ഓഫാക്കിയിട്ടിരിക്കും, അല്ലെങ്കിൽ മാസ് റിപ്പോർട്ടായിട്ട് ഇതാക്കിയിരിക്കും. പിന്നെ അവൻ്റെ ഇപ്പോൾ എന്തോ യൂട്യൂബ് ചാനൽ എന്തോ പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ കിക്കിൽ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആൾക്കാരൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ പോയിന്ന്. അതിനും ഞാൻ യാതൊരു തരത്തിലും ഞാൻ ഉത്തരവാദിയല്ല. മനസ്സിലായി? ഓൻ എൻ്റെ ചാനൽ പൂട്ടിച്ചിട്ടുണ്ട്, അതിൻ്റെ തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വേണമെങ്കിൽ കാണിക്കാം. പക്ഷേ അവൻ്റെ ചാനൽ 1 മില്യൻ്റെ മുകളിൽ എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ്. അത് ഞാൻ ഇന്നേവരെ ഞാൻ പൂട്ടിക്കാൻ വേണ്ടി ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടുമില്ല. ഈ പറഞ്ഞ പോലെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഒന്ന് എന്താ പറയുക നോക്കിയിരുന്നു. അത് എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങോട്ട് കോപ്പിറൈറ്റ് ആണെന്നുകൊണ്ട് ഞാൻ അങ്ങോട്ടൊരു ഇതിൻ്റെ യൂട്യൂബിൻ്റെ ഒരു ടേംസ് ഉണ്ട്, ആ വേ ഞാൻ നോക്കിയിരുന്നു, ഇമെയിൽ അയച്ചിട്ടുള്ള ഒരു സംഭവം. അല്ലാതെ ഞാൻ പൂട്ടിക്കാൻ വേണ്ടി ഞാൻ നോക്കിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, ഇതാക്കിയ പോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ അടിച്ചു പോയി. അതിലെനിക്ക് വിഷമമുണ്ടോ എന്ന് വെച്ചാൽ ചെറിയൊരു വിഷമമുണ്ട്. കാരണം അത്രയും ഒരാൾ കഷ്ടപ്പെട്ട് ഇതാക്കിയെടുത്തൊരു ചാനലാണ്. പക്ഷേ മാസ് റിപ്പോർട്ട് കാരണമായിരിക്കും അത് പോയി എന്നാണ് പറയുന്നത്. ഇനി അതും എൻ്റെ തലയിലേക്ക് ഇടരുത്. ഓൻ ഇങ്ങോട്ട് ചെയ്ത ക്രൂരതക്ക് അള്ള കൊടുത്തു എന്നേ എനിക്ക് അതിൽ തോന്നുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും കയ്യിൽ പറയാനില്ല. അവന്മാരെല്ലാം കൂടെ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തന്തയില്ലായ്മ കാണിക്കുന്നതിന് ഈ അള്ള കൊടുത്തതായിട്ട് എങ്ങനെ കണക്കൂട്ടാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി ഇവൻ ഹൈഡ് ചെയ്തിട്ടേക്കുമായിരിക്കും ഒരു സാധനം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാസീവ് റിപ്പോർട്ട് പോയിട്ട് ഈ സാധനം കയ്യിൽ നിന്ന് പോയി, അല്ലെങ്കിൽ ഈ അശ്ലീല സാധനം തന്നെ. എന്നാലും യൂട്യൂബ് അങ്ങനെ ഗവൺമെന്റിന് പിക്ക് ചെയ്തെടുത്തിട്ട് അടിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഫേസ്ബുക്ക് പറ്റുമായിരിക്കും, പേജ് അടിച്ചോളാൻ പറ്റുമല്ലോ. എനിക്കറിയത്തില്ല. ഞാനും വേണമെങ്കിൽ ടെക്നിക്കൽ ടീമായിട്ടൊന്ന് സംസാരിക്കാം. അവൻ്റെ പറയുന്നത് നമുക്കവിടെ ടെക്നിക്കൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, ബാക്കി കേൾക്കാൻ. ഓക്കെ, നമുക്കിനി വിഷയത്തിലേക്ക് വരാം. ഞാൻ 2 കോപ്പി എടുത്തിട്ടുണ്ട്. ആയിരിക്കാം എങ്ങനെയെന്ന് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇമെയിലായിട്ടോ അല്ലെങ്കിൽ PDF ആയിട്ടോ ഇനിയിപ്പോൾ സ്പീഡ് പോസ്റ്റ് ആയിട്ടോ സീക്രട്ട് ഏജൻറ്റിനോ ആയിരിക്കാമെന്ന് വെച്ചാൽ അയച്ചുതരാം. അപ്പോൾ അവർ ഇതായിക്കോ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഞാൻ ലൊക്കേഷൻ കാണിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒളിവിലാണ്. അത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ മറ്റേ വീഡിയോയിൽ ഞാൻ ഒരു അബദ്ധത്തിൽ പറഞ്ഞു പോയത്, അത് മൊത്തത്തിൽ ട്രോളും പരിപാടിയിലായിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ
ലൊക്കേഷൻ ഞാൻ മറച്ചു പിടിക്കുന്നത്, ബാക്കി എല്ലാ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാം. ലൊക്കേഷൻ മാത്രം ഞാൻ ഒന്ന് മറച്ചു പിടിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ലൊക്കേഷൻ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ ഒന്നാമത് മഞ്ചേരിയിലും ഇങ്ങനെ കുറച്ച് സ്റ്റേഷൻസ്, ഇതിനെക്കുറിച്ചൊന്നും അധികം പറയാൻ പറ്റില്ല എന്നാണ് വക്കീൽ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. എൻ്റെ പേരിൽ ഇപ്പോൾ കുറച്ച് കേസുകൾ വന്നിട്ടുണ്ട്, ഇവൻ കൊടുത്ത കേസുകളും അല്ലാതെ ഉള്ള രീതിയിലുള്ള കുറച്ച് കേസുകളും വന്നിട്ടുണ്ട്. അതൊക്കെ പക്ഷേ സത്യം എൻ്റെ ഭാഗത്തായിക്കൊണ്ട് എനിക്കതിൽ പേടിയൊന്നുമില്ല. അത് വാദിക്കേണ്ട പോലെ സത്യം എൻ്റെ ഒരു തെളിവുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയില്ല. പക്ഷേ എന്നാൽ ഞാൻ പറയും, ഈ പറഞ്ഞ പോലെ കേസുകൾ ഉള്ളത് കൊണ്ട് എനിക്ക് പേടിയാണ്. ഈ പറഞ്ഞ പോലെ എന്ന് പറയുന്നത് ഒന്ന് ക്ഷമിക്കണം കേട്ടോ, സോറി. എൻ്റെ നേച്ചർ എനിക്ക് സംസാരിക്കുമ്പോൾ അങ്ങനെ വന്നു. ഞാൻ പ്രീ പ്ലാൻഡ് ആയിട്ട് സ്ക്രിപ്റ്റ് ആയിട്ട് വരുന്നില്ല, അതുകൊണ്ട് അങ്ങനെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ലൊക്കേഷൻ മാത്രമേ ഞാൻ ഒന്ന് മറച്ചു പിടിക്കുന്നത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പോലീസിന് ഒറ്റ കൊടുക്കുക അല്ലെങ്കിൽ എന്താ എനിക്ക് അറിയില്ല, എനിക്ക് പേടിയാണ്, എനിക്ക് മൊത്തത്തിൽ പേടിയാണ്. അതുകൊണ്ട് മാത്രം ഞാൻ ഈ ലൊക്കേഷൻ ഒന്ന് മറച്ചു പിടിക്കുന്നത്. പക്ഷേ ഞാൻ ഇത് ആയിരിക്കാന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ലൊക്കേഷൻ ഒന്നും മറക്കാണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ വിട്ടുതരുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയിട്ട് വേണമെങ്കിൽ അവിടെ വന്നിട്ട് അന്വേഷിക്കാം, അല്ലെങ്കിൽ അവരെ വിളിച്ച് അന്വേഷിക്കാം. ഏത് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റും. എനിക്കറിയാം ഇത് ഒരു 3 ആഴ്ച വരെയുള്ളത് ഇതിൽ കിട്ടുമെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിലേക്കുള്ളത് ബ്ലഡ് ടെസ്റ്റ് നടത്തണമെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ പറയുന്ന പോലെ ഞാനത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. മനസ്സിലാവും. ഞാനിങ്ങനെ ഈ ഒരു സംഭവം ലൊക്കേഷൻ എവിടെയാണെന്ന് ആർക്കും അറിയണ്ട, അതുകൊണ്ട് ഞാൻ മറച്ചു പിടിക്കുക. അപ്പോൾ പിന്നെ ഓക്കെ, കറക്റ്റായി. ഞാനിത് ആർക്ക് വേണമെങ്കിലും അയച്ചാൽ, സീക്രട്ട് ഏജന്റിന് ആർക്ക് വേണമെങ്കിലും അയച്ചു ആ ലൊക്കേഷൻ എല്ലാം കൂടെ വെച്ച് നിങ്ങൾ കിട്ടോ. എന്ത് പഴയത്, എന്ത് പറയുന്നേ, എനിക്ക് മനസ്സിലാവുന്നില്ല. ലൊക്കേഷൻ മറച്ചു പിടിക്കുന്നത് ലൊക്കേഷൻ കാണാതിരിക്കാൻ. വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അറിയാം ലൊക്കേഷൻ, അതൊക്കെ നിങ്ങളെടുത്ത് കിട്ടുമോ. അപ്പോൾ നിങ്ങൾ ലൊക്കേഷൻ ആരും അറിയത്തില്ലേ? അത് അറിയത്തില്ലെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഞാനിത് ആർക്ക് വേണമെങ്കിലും അയച്ചു തരാമെന്നൊക്കെ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുവാ ഷമീർ. അപ്പം എൻ്റെ പേരിൽ അലിഗേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു ബോധം ഉണ്ട്. മനസ്സിലായി. അല്ലാണ്ട് മറ്റേ കുന്നിൻ്റെയും മലൻ്റെയും പോയി എന്തൊക്കെയോ ബായി തോന്നിയും പറഞ്ഞൊരു മസാല ഇതും അടിച്ചിറക്കിയിട്ട് പിന്നെ കുന്നിൻ്റെയും മലൻ്റെയും മുകളിൽ പോയിട്ട് ഒളിച്ച് നിന്നിട്ട് ഉള്ള പരിപാടി ഞങ്ങൾക്ക് അറിയില്ല. എൻ്റെ പേരിൽ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് തെളിയിക്കാൻ ചെയ്യും. അതുപോലെ വന്ന് തെളിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയൊക്കെ പൊളിഞ്ഞ് പാളീസായി പോയാലും കുറച്ചെങ്കിലും ഈ പറഞ്ഞ പോലെ വന്ന് ഒന്ന് തെളിയിക്കാൻ നോക്ക്. കാരണം എന്തെങ്കിലും 1% തെളിയിക്കാനുണ്ടെങ്കിൽ വന്ന് തെളിയിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? ഞാൻ കുറേ നാളായി ഞാൻ പറയുന്നത് മറ്റേ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറേ ചാലഞ്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ ചാലഞ്ചും കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യാത്ത ഒരാളപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത് ചെയ്യാത്തതെന്നുള്ളത് ഊഹിച്ചാൽ മതിയാവും. അപ്പോൾ ഓക്കെ, ഞാൻ ലൊക്കേഷൻ മറച്ചു പിടിച്ച് ഞാൻ കാണിക്കാം. ഈ പറഞ്ഞ പോലെ ലൊക്കേഷൻ മാത്രമേ ഞാൻ മറച്ചു പിടിക്കുന്നത്. ഇത് മറ്റേ ഇതായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഫോൺ മറച്ചു പിടിച്ചാൽ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മാറ്റിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാ ലിയോ ലാബ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ലിയോ ലാബ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. ഇതാ, സോ ഇതിൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, സമയങ്ങൾ 18/6 സമയങ്ങൾ, കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഗവൺമെൻറ് ഓതറൈസ്ഡ് ആണിത്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞതും ഇതിൻ്റെ ഇതിൽ ഞാൻ കണ്ടതും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതാ നാഷണൽ അക്കാഡമിഷ്യൻ ബോർഡ് ഫോർ ടെസ്റ്റ് ആൻഡ് സർട്ടിഫിക്കേഷൻ എന്നാണ് ഇതിൽ ഉള്ളത്. മനസ്സിലാവും. ഇതാണ് അതിൻ്റെ ഒറിജിനൽ. ഇതിൻ്റെ കോപ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ആയിരിക്കുവാണെങ്കിൽ അയച്ചു തരാം, നോ പ്രോബ്ലം. അപ്പോൾ ഇത് ഡേറ്റും ഇതൊക്കെ കണ്ടല്ലോ. എൻ്റെ പേര് കണ്ടോ, മുഹമ്മദ് ഷമീർ TK. ഇതാ വയസ്സ് 25, സെൽഫ് ഇതാ. ഓക്കെ, ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ ഉള്ള ഇത്. മനസ്സിലായോ? ഇതൊക്കെയാണ് ഞാൻ നടത്തിയ ടെസ്റ്റുകൾ. ഇതിൻ്റെ അപ്പുറത്ത് വന്നിട്ടുണ്ട് പേജ്, ഇതിൻ്റെ അപ്പുറത്തൊരു പേജും ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൂറിൻ ഫോർ ടോക്സിക്കോളജി 12 ഡ്രഗ് ടെസ്റ്റ്, അതാണ് ഞാൻ ചെയ്തത്. ആംഫെറ്റമൈൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, AMP എന്ന് പറയും. അത് നെഗറ്റീവാണ്, രണ്ടും നെഗറ്റീവാണ്. പിന്നെ ബാർബിറ്റുറോസ് BAR എന്ന് പറഞ്ഞൊരു സംഭവം. എനിക്ക് ഇതിൻ്റെ മെഡിക്കൽ ടേമോ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിൽ എഴുതിയത് ഞാൻ അതുപോലെ വായിക്കുന്നതാണ്. നമുക്ക് വലുതായിട്ടൊന്നും അറിയാത്തോണ്ടില്ല, അറിയാവുന്ന പോലെ ഇരുന്ന് എന്നെ കാണാം. ഇതിനെക്കുറിച്ച് വിവരമുള്ള ആളോടോ ബുദ്ധിയുള്ള ആളോടോ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെ ബെൻസോഡേപൈൻ BSD എന്ന് പറഞ്ഞിട്ടുള്ളത്, അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെ കൊക്കൈൻ COC, അതും രണ്ടും നെഗറ്റീവാണ്. മെത്താംഫെറ്റമിൻ MET, രണ്ടും നെഗറ്റീവാണ്. മോർഫിൻ MOR, അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെന്താ മെത്താഡോൺ, അതും രണ്ടും നെഗറ്റീവാണ്. പെൻസിലിഡൈൻ രണ്ടും നെഗറ്റീവാണ്. പ്രൊപ്പോക്സിപ്പിൻ PPX രണ്ടും നെഗറ്റീവാണ്. ട്രൈസൈക്ലിക്സ് ആൻറ്റി ഡിപ്രസൻസ് TCA, അതും രണ്ടും നെഗറ്റീവാണ്. ടെട്രാ ഹൈഡ്രോ കെനിബിനോളോസ് THC, ഇതും രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ ഇതിപ്പോൾ എത്ര എണ്ണം ഞാൻ വായിച്ചത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഞാൻ ഇപ്പോൾ വായിച്ചുള്ളൂ. ഒന്നിപ്പുറത്തുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കാണിക്കാം. ലൊക്കേഷൻ മാത്രം ഒന്ന് മറച്ചു പിടിക്കട്ടെ. അതും കൂടി ഞാൻ കാണിക്കാം. ഈ പറഞ്ഞ പോലെ ഇതാ ഡോക്ടർ സൈൻ ഉണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സ്റ്റസി MDMA, അതും രണ്ടും നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എന്തായാലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നല്ല റിപ്പോർട്ടും കാര്യങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ച് എടുത്തു വെച്ച് ചർച്ചയാക്കാനോ നമുക്ക് ഇത് എടുത്ത് വെച്ച് വീഡിയോ ആക്കേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും അവൻ ചെയ്ത് ഒരു സാധനം ചെയ്ത് ലീഗലി ആ സാധനം അവൻ ചെയ്തെടുത്തോണ്ട് ഒന്ന് കാണിച്ചിട്ട് അത്രയും ഒന്നിനൊരു ഷമീർ അത്രയും ധൈര്യമെങ്കിലും കാണിച്ച്
പല കാര്യങ്ങൾ ഇവന്റെ കൈവിട്ട് പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് നെഗറ്റീവ്, അതായത് ഇവനെതിരെ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൈവറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം ഇവന്മാർ പബ്ലിക്കായിട്ട് വിത്ത് ക്യാമറ ഓൺ ചെയ്ത് ഫ്രണ്ട്സിന്റെ കൂട്ടും ചെയ്ത ഒരു സാധനം എടുത്ത് പുറത്ത് വിടുകയും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഒരു വിഭാഗം ആണുങ്ങളൊക്കെ ഡൗൺ ആയി പോകണ്ട. പിന്നെ ആൾക്കാരെ മുന്നോട്ട് പോകണ്ടല്ലേ, പുറത്തോട്ട് പോകണ്ടല്ലേ. ഓൾറെഡി നല്ലൊരു ഫെയിമും ഒരു ഫേസ് വാല്യൂ ഉള്ളത് കൊണ്ട് വരുന്ന കമന്റ്സിനൊക്കെ ഉള്ള രീതി എങ്ങനെയൊക്കെയാണോ നമുക്കറിയാം. ഇമാതിരി വലിയ ഫേസ് വാല്യൂ ഇല്ലാത്ത നമുക്ക് വരുന്ന കമന്റ് തന്നെ കണ്ടാൽ തന്നെ അറിയാം പോലും ഇത്രയുള്ളവന്മാർക്ക് വരുന്നതിൻ്റെ ആ ഒരു വോളി എത്രത്തോളം ഉണ്ടോയെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കേസുകളും വരുന്ന സമയത്ത് ഇതൊക്കെ ഒരു സൈഡിൽ കൂടെ തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യം. അങ്ങനെ ഒറ്റയടിക്ക് ഒരു സൈഡിലേക്ക് ഡൗൺ ആയി മാറി നിൽക്കാതെ ഒരു സൈഡിൽ നിന്ന് നല്ല രീതിയിൽ പിക്ക് ചെയ്തെടുത്ത് വരുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷെ തൊപ്പിക്കെതിരെ പറഞ്ഞിട്ടുള്ള കാര്യത്തിനോ വന്നിരിക്കുന്ന കാര്യങ്ങൾക്കോ ഒന്നിനും തൊപ്പി എന്ന് പറഞ്ഞ ഒരാളെ ഏരിയ കാണാൻ പറ്റില്ല. തൊപ്പിക്കെതിരെ ഇതിനു മുമ്പ് ഒരു കേസ് വന്ന് വീട്ടിൽ നിന്ന് വെട്ടിപ്പൊളിച്ച് പോലീസുകാർ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സമയത്ത് ഓൺ ദ സ്പോട്ടിൽ ലൈവ് ഇട്ട് ജനങ്ങളുടെ സംരക്ഷണം വേണമെന്ന് പറഞ്ഞ് അപേക്ഷിച്ച് നിന്നൊരു വ്യക്തിയാണ്. ഇപ്പം ഇങ്ങനൊരു സാധനം വന്നിട്ട് ആളെ കാണുന്നില്ല. മേ ബി ഈ പറയുന്ന ഫെയിമും പൈസയും ഒക്കെ അങ്ങോട്ട് കയറി വന്നതിന് ശേഷം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു മാറ്റം ഉണ്ടായതായിരിക്കില്ല. അങ്ങനെ അതിൽ ചിന്തിക്കണം, അങ്ങനെ മാറ്റം ഉണ്ടായിരിക്കാം. ഇനി ഒളിവിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് ഒരു വലിയൊരു എക്സ്റ്റാബ്ലിഷ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ശരി.